റമദാനിലെ ആദ്യത്തെ 10 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പം നിൽക്കുന്നത്. ഇതിൽ നിങ്ങളിൽ അധിക ആളുകളും വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ റമദാനിലൊരു പാറ്റേൺ ഉണ്ട്. അതായത് ആദ്യത്തെ 10 നമുക്ക് റഹ്മത്തിൻ്റെ 10 അല്ലേ. അതായത് നമ്മൾ പടച്ചവനോട് റഹ്മത്തിനെ ചോദിക്കുന്ന 10. രണ്ടാമത്തെ 10 എന്ന് പറയുമ്പം അത് മഗ്ഫിറത്താണ്, നമ്മൾ പാപമോചനം ചോദിക്കുന്ന 10. മൂന്നാമത്തെ 10 എന്താണ്? പടച്ചവൻ ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു 10. അപ്പം ഇതിൻ്റെ ഒരു പാറ്റേൺ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യ റഹ്മത്ത്, പിന്നെ ഫോഗീനസ്, പിന്നെ സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ സ്വർഗത്തിലെത്തിക്കുന്നു. ഇതിൽ ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ചോദിക്കാം നിങ്ങളോട്. എൻ്റെ കയ്യിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്. നിങ്ങൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് തെറ്റുകൾ എന്നോട് ചെയ്തിട്ടുണ്ട്. ഈ ഗിഫ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ, ഈ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് ഫോഗിനെസ് പറയണം. അല്ലാതെ ഇപ്പം ഞാൻ ചിന്തിക്കും, എന്തിനാപ്പം ഇവർക്ക് കൊടുക്കണം, ഇവർ ഓൾറെഡി എന്നെ എന്ത് ചെയ്തതാണ്, എന്നെ ബ്ലെയിം ചെയ്തതാണ്, എന്നെ കുറ്റം പറഞ്ഞതാണ്, എന്നെ ഒരുപാട് ആക്രമിച്ചതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇവർക്ക് വെറുതെ ഗിഫ്റ്റും കൂടി കൊടുക്കണ്ടല്ലോ എന്നാണ് എൻ്റെ ചിന്ത പോവുക. എന്നാൽ ഇവിടെ പടച്ചോൻ ചെയ്യുന്നത് എന്താണ്? ആദ്യം നമുക്ക് ഗിഫ്റ്റുകൾ തരിക, ആദ്യം നമുക്ക് അനുഗ്രഹങ്ങൾ തരിക. ആദ്യത്തെ 10 ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതിന് ശേഷം രണ്ടാമത്തെ 10 എന്ത്? ഫോഗീനസ് ചോദിക്കാനുള്ള അവസരം തരുന്നത്. അപ്പം ഇതിൻ്റെ പിന്നിലുള്ളൊരു ബ്രില്യൻസ് എന്താ അറിയോ? ഇപ്പം ഒരു പാരൻറ്റിനോട്, ഒരു ഉമ്മയോട് അല്ലെങ്കിൽ ഒരു അമ്മയോട് ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്, ഭയങ്കരമായിട്ട് അമ്മയെ ഉപദ്രവിക്കുകയാണ്. ആ കുട്ടിക്ക് ആ അമ്മയോട് ഒരു ദയാദാക്ഷിണ്യവും തോന്നുന്നില്ല. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ വന്നിട്ട് ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, നിൻ്റെ ചെറുപ്പത്തിൽ നിനക്ക് ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളായിരുന്നു, നിന്നെ ഇത്ര കഷ്ടപ്പെട്ടാണ് നിൻ്റെ അമ്മ നോക്കിയത്, അല്ലെങ്കിൽ നിനക്ക് ഇത്ര കാര്യങ്ങൾ അമ്മ വാങ്ങി തന്നിട്ടുണ്ട്, നിന്നെ ഈ രീതിയിലൊക്കെ, ഈ സ്ട്രഗ്ലിങ് മൊമെൻറ്റിലൊക്കെ നിന്നെ അമ്മ കൈവിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ അല്ലെങ്കിൽ ആ ഉമ്മ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കെയറിങ്ങിനെ കുറിച്ചിട്ട് ഈ കുട്ടി അറിയുന്ന സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഉമ്മയോട് പറയും, സോറി കേട്ടോ, നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണം. ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ട്, ഇത്രത്തോളം അനുഗ്രഹം, ഇത്രത്തോളം എന്നെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ചെന്നിട്ട് എന്ത് ചെയ്യും? പോയിട്ട് ഫോഗിനെസ് ചോദിക്കും. അല്ലാതെ നീ അമ്മയോട് പോയിട്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ കുട്ടി എന്താ പറയുക? അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നിരസിച്ചിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇതേ സ്ട്രാറ്റജിയല്ലേ പടച്ചോ നമ്മളോടും ചെയ്തത്? ആദ്യം നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്നു. റഹ്മത്തിൻ്റെ 10 നമ്മളെ എണ്ണാണെങ്കിൽ നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ സംസാരശേഷിയും നമുക്ക് നടക്കാനുള്ള എബിലിറ്റിയും നമുക്ക് കൈകൾ ഉപയോഗിക്കാനുള്ള എബിലിറ്റിയും നമുക്കുള്ളിലുള്ള ഒരുപാട് അവയവങ്ങളും നമ്മളെ ബോഡിയിലെ കോടാനുകോടി സെല്ലുകളും ഒരുപാട് ന്യൂറോൺസും അതിലുപരി നമ്മളെ വീടും നമ്മളെ വാഹനങ്ങളും നമ്മളെ ഫോണും നമ്മളെ പാരൻസും നമ്മളെ മക്കളും നമ്മളെ ഫ്രണ്ട്സും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, എല്ലാ റഹ്മത്തും എല്ലാ അനുഗ്രഹങ്ങളും തന്നത് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്തു, ഒന്ന് റിമൈൻഡ് ചെയ്തു. ഇങ്ങനെ എല്ലാം ഉണ്ടല്ലേ ഈ 10 നമ്മളെല്ലാം ചെയ്തു. ഇനി നമ്മൾ യഥാർത്ഥമായിട്ട് ഇത്രയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തു പോയിട്ടുണ്ട്. സോ ഐ എം റിയലി സോറി, പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയുന്ന രീതിയിൽ ഈ 10 ഇനി എന്ത് ചെയ്യുന്നത്? നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഫോർഗീവ്നെസ്, ആ ഒരു തന്നതിൽ നന്ദി കാണിച്ചില്ലല്ലോ എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി മുതൽ ഫോർഗീവ്നെസ് ചോദിക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രീതിയിലും കൂടി നമ്മളെ ചിന്ത പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ഫോർഗീവ്നെസ് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊന്ന് ചിന്തിക്കുക.